ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട്. ഈ ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പണ്ട് നമ്മുടെ നാട്ടിൽ അതായിരുന്നില്ല അവസ്ഥ. നമ്മുടെ നാട്ടിൽ ആ കൂടി റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ റേഡിയോയിൽ കൂടിയുള്ള വയലും വീടും പോലുള്ള പരിപാടികൾ, രഞ്ജിനി തുടങ്ങിയ പരിപാടികൾ, കൊച്ചു കൊച്ചു വാർത്തകൾ, ഇതൊക്കെ കേട്ടാണ് നമ്മളെല്ലാവരും വളർന്നത്. പണ്ട് രാമേന്ദ്രൻ ചേട്ടൻ്റെ മാതിരി വളരെ സ്റ്റൈലായിട്ട് വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ആ പഴയ വാർത്തയിലേക്കൊന്ന് പോകാം. ആ വാർത്തയിൽ നിന്ന് നമുക്ക് ടി വിയിലേക്ക് വരാം. അവിടുന്ന് നമുക്ക് സിനിമയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ വരാം. ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ്. പഴയ രാമേന്ദ്രൻ ചേട്ടൻ്റെ സ്റ്റൈലിലൊരു വാർത്ത നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം. ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കൂത്താട്ടുകുളം, കൊച്ചി. വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ. ലോക ബോക്സിംഗ് മത്സരത്തിൽ അമേരിക്കയ്ക്ക് സ്വർണവും ജപ്പാന് വെള്ളിയും ഇന്ത്യക്ക് ഇടിയും കിട്ടി. ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടയും രോഹിണിയും ശൂന്യാകാശത്ത് വെച്ച് വിവാഹിതരായി. ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഐശ്വര്യ റായ് മിസ് യൂണിവേഴ്സിലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനിച്ച വേഷമാണ് പ്രദർശിപ്പിച്ചത്. അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം നഷ്ടപ്പെട്ടു. റഫറിക്ക് 2 കണ്ണും. നീന്തൽ മത്സരത്തിന് ഇന്ത്യയിൽ നിന്ന് പോയ നീന്തൽ താരം ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. വർഷകാലമായാൽ കേരളത്തിലെ എല്ലാ റോഡുകളിലും വള്ളംകളിയും ബോട്ട് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഊന്നിപ്പറഞ്ഞു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതൊരു പഴയ വാർത്തയാണ്. പക്ഷേ ഇന്ന് വാർത്തയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ വിഷൻ പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വാർത്തയുടെ രൂപവും ഭാവവും മാറി. വാർത്ത വായിക്കുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സ്റ്റൈലാണ്. നികേഷ് കുമാറിനെ പോലുള്ള വാർത്ത വായിക്കുന്ന പ്രഗത്ഭനായ വാർത്ത വായനക്കാർ വന്നപ്പോൾ വളരെ രസമാണ് കാണുന്നത്. കയ്യിലൊരു പേനയൊക്കെ പിടിച്ച് വളരെ കാഷ്വലായിട്ട് വാർത്ത വായിക്കുന്നു. വാർത്തയിലുണ്ടാകുന്ന സംഭവങ്ങളും വ്യക്തികളും എന്തൊക്കെയായിരുന്നാലും നമുക്കപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ന്യൂസ് അവർ ഇവിടെ ആരംഭിക്കുകയാണ്. നികേഷ് കുമാർ ന്യൂസ് അവറാണ്. ഈ ന്യൂസ് അവറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ്. അതെങ്ങനെ തീർക്കാമെന്ന് നമ്മുടെ രാഷ്ട്രീയ നായകന്മാർ ഇവിടെ പ്രതികരിക്കും. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കേരള മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഇന്ന് രാവിലെ 11 മണിക്കുള്ള വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ഇപ്പോൾ ലൈനിലുണ്ട്. രാജേഷ്, എത്ര മണിക്കാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയത്? എത്ര മണിക്കാണ് അദ്ദേഹത്തിനുള്ള വിമാനം? ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എന്തൊക്കെയാണ് ഉരുത്തിരിഞ്ഞത്? കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയും. നികേഷ്, ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. 11 മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം. മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒതുക്കി തീർക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഗവൺമെന്റ് ചർച്ച ചെയ്യും. എന്തായാലും നമ്മൾക്ക് മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. അത് ഗവൺമെൻറ് ശരിയല്ല. അത് ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിലെ 6 അക്ഷരത്തെക്കുറിച്ച് പോലും ഇവിടെ ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ കുഴപ്പം? ഗവൺമെൻറ് ശരിയല്ല. അടുത്ത 5 കൊല്ലവും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിച്ചാൽ മുല്ലപ്പെരിയാർ ഞങ്ങൾ ഒതുക്കി തീർക്കും. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സാർ. താങ്കളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഖേദം തോന്നുന്നു. എന്തായാലും വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരനുണ്ട്. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ താങ്കൾ ഈ പ്രശ്നം എങ്ങനെയാണ് കാണുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ഒതുക്കി തീർക്കാമെന്നാണ് കാണുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം
അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? എല്ലാവർക്കും മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കുന്നതിനെക്കുറിച്ചാണ്. ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് അതന്വേഷിക്കാൻ ആരുമില്ല. ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ പറ്റും. ഇവന്മാരെയെല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊന്നാ മതി, അതുകൊണ്ട് തീരും. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി ആവണമെന്ന് മാത്രം. എന്തായാലും വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് രാവിലെ അന്തരിച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് അന്തരിച്ചു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ, താങ്കൾ എങ്ങനെയാണ് മരിച്ചത്? അല്ലെങ്കിൽ താങ്കളെ ആരെങ്കിലും കൊല്ലുകയായിരുന്നു? എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് വ്യക്തമാക്കാമോ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ബാബു ലൈനിലുണ്ട്. ബാബു, എന്താണ് പറഞ്ഞോളൂ. ബാബു കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ബാബു, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ക്യൂവിലാണ്. ക്യൂവിൽ അവിടെ ഭയങ്കര തിരക്കാണോ? ഭയങ്കര തിരക്കാണ്, അസാധ്യ തിരക്കാണ്. ഇത് മേടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. മേടിച്ചെടുക്കാൻ കഴിയില്ല. താങ്കൾ ഇപ്പോൾ ഏത് ക്യൂവിലാണ്? എടോ, ഞാൻ വിവറേജിന്റെ ക്യൂവിലാണെന്ന്. താങ്കൾ ആ ക്യൂവിൽ നിന്ന് മാറി പല്ലാവൂർ അപ്പുമാരുടെ വീട്ടിലേക്ക് ചെല്ലൂ. ഞാൻ ഉടനെ തന്നെ പോയേക്കാം. എന്തായാലും ബാബു ഇപ്പോൾ അവിടെ എത്തിക്കാണെന്ന് വിചാരിക്കുന്നു. ബാബു, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകളാണോ അവിടുത്തെ മണ്ണാന്ത ചടങ്ങുകൾ? എന്തോന്ന് ബാബു, സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങാണോ ഈ മണ്ണാന്ത ചടങ്ങുകൾ? എടോ, താൻ എന്തോടോ ഈ പറയുന്നേ? സാധാരണയുള്ള മരണാന്തര ചടങ്ങ് പോലുള്ള മരണാന്തര ചടങ്ങുകളാണോ ഈ മരണാന്തര ചടങ്ങുകൾ എന്നാണ് എൻ്റെ ചോദ്യം. സാധാരണ പോലുള്ള മരണം തന്നെ ഈ മരണവും. വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തന്നെ മടങ്ങി എത്താവുന്നതാണ്. കൊണ്ടുപോവുകയാണ്. താനെന്ത് പണിയായി കാണിക്കുന്നത്? എന്ത് പറ്റി? എടാ, ഈ ഇരിക്കുന്ന ആരാന്നറിയോ? താനാരാ? എടാ, ഈ ഇരിക്കുന്ന എൻ്റെ അച്ഛനാ. തനിക്ക് മനസ്സിലായി? വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. മരിച്ചുപോയ അപ്പുമാരാരുടെ മകൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് അച്ഛനെ കൊന്നത്? വിഷം കൊടുത്തോ, അല്ലെങ്കിൽ കഴുത്ത് ഞെക്കിക്കൊന്നോ, കെട്ടിത്തൂക്കിയോ, വെടിവെച്ചോ? എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ. ഞാൻ എൻ്റെ അച്ഛനെ കൊന്നത്. അതെ. തനിക്കെന്താ വട്ടുണ്ടോ? എടോ, ഇന്നലെ രാവിലെ 9 മണിക്ക് മരിച്ച ഇങ്ങേരി ഇന്ന് രാവിലെ 10 മണിക്ക് ഇങ്ങനെ ശവടക്കാനുള്ളേ. 2 മണിക്കൂറിനകത്ത് ഇങ്ങനെ വിട്ടുതരാന്ന് പറഞ്ഞാണ് നീ ഈ സാധനത്തിന് ഇവിടെ കൊണ്ടുവച്ചത്. ആണ് അല്ല, അത് പിന്നെ ന്യൂസ് അവർ കഴിയാതെ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഓ, ന്യൂസ് ഓവർ കഴിയണം. ന്യൂസ് ഓവർ കഴിഞ്ഞാൽ കൊണ്ടുപോകല്ലേ? ഇതോടുകൂടി ന്യൂസ് അവർ കഴിയുന്നില്ല. വീണ്ടും ന്യൂസ് അവറിലേക്ക് കടക്കുകയാണ്. താങ്കൾ കൊണ്ടുപോയിക്കോളൂ. അത് കിട്ടും. ഇപ്പൊ കിട്ടിയത് തന്നെ എങ്ങനെ ഒതുക്കി തീർക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം. അയ്യോ, ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയുണ്ട്. കൂത്താട്ടുകുളത്ത് വെള്ളപ്പൊക്കം, ഏതാണ്ട് 45ഓളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. കൂത്താട്ടുകുളത്ത് ഞങ്ങളുടെ പ്രതി വർഗീസ് ഇപ്പോൾ അതിനുണ്ട്. വർഗീസ്, അവിടെ വെള്ളം ഏകദേശം എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു? ജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. നികേഷ്, ഇവിടെ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പ വെള്ളം കയറി എൻ്റെ കാൽപാദം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പ വെള്ളം കയറി എൻ്റെ മുട്ട് വരെ എത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പ വെള്ളം കയറി എൻ്റെ അര വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എൻ്റെ ചെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വെള്ളം കയറി എൻ്റെ തോള് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം കയറി എൻ്റെ താടി കഴിഞ്ഞു. ഇപ്പൊ വെള്ളം കയറി നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ വർഗീസിൻ്റെ ശവസംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.